ഫ്ലവേഴ്സ് പരമ്പരകളിലെ പ്രിയ താരങ്ങൾ ഈ ഓണത്തിന് ഒത്തുകൂടുന്നു. ഫ്ലവേഴ്സ് സ്റ്റാർ ഓണം തിരുവോണ ദിനത്തിൽ രാവിലെ 7 മണി മുതൽ ഫ്ലവേഴ്സിൽ. അമ്മേ, കൂടെ ഉണ്ടാവണം. അനുഗ്രഹിച്ച് എല്ലാം മംഗളാക്കി തരണം. സോമനാഥൻ ചേട്ടനെ ചേച്ചി തിരക്കുന്നു. എന്താ കാര്യം? ദക്ഷിണ തരാനാ. എനിക്ക് ആരുടെയും ദക്ഷിണയും കണിയൊന്നും വേണ്ട. സമയമായി. താരത്താരം നിൽക്കാതെ വേഗം ഇറങ്ങി വരാൻ പറ അവളോട്. എന്തൊരു താമസം ഇത്. സങ്കടപ്പെടരുത് മോളെ. ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തത്തിലേക്കാ മോള് പോകുന്നത്. സന്തോഷത്തോടെ പ്രാർത്ഥിച്ചിട്ടിറങ്ങണം മോള്. അപ്പച്ചിക്ക് ദക്ഷിണ. അപ്പച്ചിയുടെ അനുഗ്രഹം മോക്ക് എപ്പോഴും ഉണ്ട്. അപ്പച്ചി, മാമനും ദക്ഷിണ കൊടുക്കണം. പുള്ളിയുടെ സ്വഭാവം അറിയാലോ മോക്ക്. ദക്ഷിണ വാങ്ങുന്നതും കൊടുക്കുന്നതും ഒന്നും ഇഷ്ടമല്ല. പോകാൻ തിരക്ക് കൂട്ടി മണ്ഡപത്തിലേക്ക് പോകുന്ന കാറി കയറി ഇപ്പോഴേ ഇരിപ്പുണ്ട്. മോള് വാ. ഉമ്മർത്ത് ദക്ഷിണ കൊടുക്കേണ്ട 1-2 പേരും കൂടി ഉണ്ട്. വാ. എന്താ ഇത്? കണ്ണു തുടക്കി. ചേച്ചിക്ക് ഒരു സംശയത്തിന് ഇടവരുത്തരുത്. മുഖം ഒന്ന് വാടിയ ചേച്ചിക്ക് മനസ്സിലാവും. ഇഷ്ടക്കുറവൊന്നുമില്ലാതെ വളരെ സന്തോഷമായിട്ട് നമ്മൾ കല്യാണം കൂടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോവും. നമ്മളെ കാണാതാവുമ്പോ ചേച്ചി അന്വേഷിക്കില്ലേ? അതുണ്ടാവുമല്ലോ. എല്ലാരും അമ്പരക്കും, അന്വേഷിക്കും, ആകെ പ്രശ്നമാവും. എല്ലാം നമ്മൾ നേരിട്ടേ പറ്റൂ. ചേച്ചിയുടെ സന്തോഷത്തിന് വേണ്ടി അതറിഞ്ഞു പെരുമാറണം. അതാ ഇപ്പൊ ചെയ്യുന്നത്. ചേച്ചി മണ്ഡപത്തിലേക്ക് ഇറങ്ങാറായി. നമ്മൾ അന്വേഷിക്കും. ഈ ബാഗൊക്കെ ഇവിടുന്ന് മാറ്റിക്കോ, ആരും കാണണ്ട. ഇതും കൂടെ അങ്ങോട്ട് വെച്ചോ. ആ, വാ, അങ്ങോട്ട് പോവാം. നടക്ക. ആ, ശരി ശരി ശരി. 10:30 മുഹൂർത്തം. എത്തുമല്ലോ അല്ലേ? ശരി ശരി, ഞങ്ങളിവിടെ ഉണ്ട്. ശരി, ഓക്കെ. എടാ, അവനെതിരെ ഇറങ്ങിയില്ലേ? ഒരുങ്ങുമായിരിക്കും. വാ, നമുക്ക് നോക്കാം. കൊള്ളാം. ഇപ്പൊ നല്ല ചുള്ള ചെക്കനായിട്ടുണ്ട്. ഹാൻസം ലുക്ക്. ഇത്തിരി ഫിനിഷിംഗ് കൂടി ചെയ്താ പൊളിക്കും. ഈ സാധനം ഒന്നും വേണ്ട. ഇപ്പൊ തന്നെ നല്ല ഓവറാണ് എന്ന് പറഞ്ഞാലൊന്നും പറ്റില്ല. പെണ്ണ് കട്ട ഗ്ലാമറിലായിരിക്കും വരുന്നേ. അതിലും ഒരു പടി മുകളിലായിരിക്കണം നമ്മള്. അതെ അതെ, വരുന്നവർക്ക് പെണ്ണിനെക്കാളും ചെറുക്കനെ ഇഷ്ടപ്പെടണം. ഞാൻ സൗന്ദര്യ മത്സരത്തിനല്ലോ പോകുന്നത്. ഓടാ അവിടുന്ന്. നിന്ന് സംസാരിച്ച സമയം കളയാതെ ഇറങ്ങാൻ നോക്ക്. അതെ, ടൈമായി. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയാലേ സമയത്ത് അവിടെ എത്താൻ പറ്റൂ. പോവാം. Sari
മോള് കയറിക്കോ. അപ്പച്ചി എൻ്റെ കൂടെ വരികയല്ലേ? വരും. ഞാനും സോമേട്ടനും മോടെ കൂടെ വരും. അപ്പോ ഇവരോ? ഞങ്ങൾ അടുത്ത വണ്ടിയിൽ വരാം. അപ്പച്ചയും ചേച്ചിയും കൂടെ പോയിക്കോ, പിറകെ ഞങ്ങൾ വന്നോളാം. വാ മോളെ. നിങ്ങളും കൂടെ വന്ന വണ്ടി കയറും മക്കളെ, നമുക്ക് പോവാം. ചേച്ചി പോയിക്കോ, ഞങ്ങൾ വരാം. വേറെ വണ്ടിയുണ്ട്. ഞങ്ങൾക്കിനി അമ്മയും ദൈവമേ ഉള്ളൂ. പെട്ടെന്നെടുത്ത ആരാധി, സമയം കളയാനില്ല. ചെയ്യും പോലെയാ ഈ ഫോട്ടോകൾ എടുക്കുമ്പോ എനിക്ക് തോന്നുന്നത്. ഒരു വാക്ക് പോലും ചേച്ചിയോട് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു വിഷമമൊന്നും വേണ്ട. അമൃതേച്ചിയോട് പറയേണ്ട ചില കാര്യങ്ങൾ തീർച്ചയായും നമുക്ക് അറിയിക്കാം. എങ്ങനെ? അതൊക്കെയുണ്ട്. നിങ്ങൾ കഥയൊക്കെ അടച്ചു വാ, ഞാൻ ഉമ്മറത്തുണ്ടാവും. വഴി
കല്യാണത്തിന് ഒരു കാഴ്ചക്കാരനായിട്ട് പോലും വന്ന് നിൽക്കണ്ടേ ഏട്ടൻ. ചെയ്തു കൂട്ടുന്ന പാവങ്ങൾ ഈശ്വരൻ കാണുന്നുണ്ടെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഞാൻ കാണിക്കുന്ന ആത്മാർത്ഥതയുടെ 100-ൽ 1 അംശമെങ്കിലും ഏട്ടന് കാണിച്ചുകൂടെ? ഒരു തന്തയല്ലേ നിങ്ങള്? എന്താ ഒരാലോചനയും നെടുവീർപ്പും? മോളുടെ കല്യാണം കൂടാൻ പറ്റാത്തതിന്റെ സങ്കടമാണോ? എനിക്കെന്ത് സങ്കടം? അങ്ങനെയെങ്കിൽ അമൃത എന്റെ കാൽക്കൽ വെച്ച ദക്ഷിണ തൊഴിച്ചെറിയണോ ഞാൻ? പിന്നെ എന്തു പറ്റി ചന്ദ്രന്? ശ്യാമള വിളിച്ച് കുറെ ശപിച്ചു. അതിന്റെ ഒരു വിഷമമുണ്ട്. അവളോട് പോവാൻ പറ ചന്ദ്ര. അനന്തരവളുമാർ 5 എണ്ണത്തിനെയും മടിയിലെടുത്ത് വെച്ച് കൊഞ്ചിച്ച് കൊണ്ട് നടക്കട്ടെ അവള്. ചന്ദ്രൻ അതൊന്നും കണക്കിലെടുക്കാൻ പോണ്ട. ആര് കണക്കിലെടുക്കുന്നു? അല്ല, അവൾ എന്താ വിളിച്ചു പറഞ്ഞത്? അച്ഛനല്ലേ കൈപിടിച്ചു കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു അവള്. കയ്യും കാലും പിടിക്കാനൊന്നും ചന്ദ്രൻ ഇറങ്ങി പുറപ്പെടണ്ട. നടക്കാത്ത കല്യാണത്തിന് ചെന്നേ വെറുതെ നാണം കെടണ്ട. കഴിഞ്ഞില്ലേ? ദേ ചെറുക്കം വന്ന് മണ്ഡപത്തിലിരുന്ന താമസിയാതെ താലപ്പൊലിയായിട്ട് എതിരേക്കണം. കഴിഞ്ഞു ആന്റി. അരപ്പട്ട കൂടി കെട്ടിയാ മതി. എങ്കി പിന്നെ അതുകൂടി ചെയ്യും മോളെ. ഓ അമ്മേ, ഈ ചടങ്ങൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. സാരി കൊടുത്ത് ഓർണമെന്റ്സ് കൂടെ ഇട്ട് കഴിഞ്ഞപ്പോ ആകെ ഒരു വീർപ്പുമുട്ടല്. അങ്ങനെയൊന്നും പറയരുത് മോളെ. ദേ നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം എന്ന്. നീ സന്തോഷായിട്ടിരിക്കണം. ഒന്ന് ചിരിച്ച്. കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ.
മുഹൂർത്തത്തിന് ഇനി സമയമുണ്ട്. ഞങ്ങൾ നേരത്തെ ഇങ്ങനെ എത്തി. ആ ശ്യാമളെ, മോളെ ഗ്രീൻ റൂമിലേക്ക് എത്തിക്കോ. മണ്ഡപത്തിലേക്ക് ഇപ്പൊ കയറ്റണ്ട. ദേ ആ വലതുവശത്തോടെ ചെന്നാ മതി. അവിടെ ആ ഒരുങ്ങാനുള്ള മുറി. ഡാ മോനെ, നീ അങ്ങോട്ട് കൊണ്ട് കാണിച്ചേ. ആ സോമനാഥൻ ഉണ്ടായിരുന്നോ? അത് എനിക്ക് കല്യാണം കൂടിക്കൂടെ? അല്ല, ഇന്നലെ ശ്യാമള മാത്രമേ പഞ്ചരത്നത്തിൽ എത്തിയുള്ളൂ എന്നറിഞ്ഞു. തലേന്ന് വന്ന് അട്ടിപ്പേറി എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ചടങ്ങിന് കൂടിയാ പോരെ. താലി കെട്ട് കഴിഞ്ഞാൽ അപ്പം ഞാൻ ഇറങ്ങും. ആ ഉണ്ടിട്ട് പോണേ. എവിടായിരുന്നോ? ദേ നേരെ ഗ്രീൻ റൂമിലേക്ക് ചെല്ലു മക്കളെ. ദേ വലതുവശത്തോടെ പോയാൽ മതി. ചെല്ല് ചെല്ല് ചെല്ലടി. നാലിന്റെ മുഖത്തൊരു മ്ലാനതയുണ്ട്. മുഹൂർത്തത്തിന് മുന്നേ പറഞ്ഞു വിടണം നാലിനെ. റെഡി ആയില്ലേ? ഒക്കെ ഭംഗിയായില്ലേ അമ്മായി? പിന്നെ ദേ ഞാൻ കരുതിയിലും സുന്ദരിയായിരിക്കുന്ന എന്റെ മോള്. Shut